ഒരു ചായ. ഓക്കെ സാർ. ചോട്ടു, ചോട്ടു, where are you? ചോട്ടു, where is my കുട്ടിപ്പട്ടി? പട്ടിക്കുട്ടിയാണോ? ആ, ചെറിയ തലയുണ്ട്, അതെ. 4 കാലുണ്ട്, പാൽ ഇതുപോലെ ആട്ടുന്ന അതാണോ? Where is it? ആ ഡബ്ബയ്ക്കകത്തുണ്ടെന്ന് മാത്രം പറയരുത്. അങ്ങനെ പറഞ്ഞ കൊന്നാളി ഞാൻ. അടിക്കോടി നീ. എന്നാ നീ അടിക്കുന്നൊന്ന് കാണണല്ലോ. ഇന്നാ നിന്നെ ചൊറി പട്ടി. എവിടെ ഇരുന്നാലും വന്ന് നക്കുക. നക്കുന്ന ഒരു ജീവിയെ എനിക്ക് ഇഷ്ടമല്ല. പട്ടിയായ ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും നക്കും. ഇതാ. ഒരു മിനിറ്റ്, ഇപ്പൊ തരാം. ഇതാണാണോ പെണ്ണാണോ എന്നൊരു സംശയം. സത്യത്തിൽ തനിക്ക് എന്താ പ്രശ്നം? അവിടെ മിടി പൊക്കി നോക്കി, ഇവിടെ കാല് പൊക്കി നോക്കി. എനിക്ക് തോന്നുന്നു താനൊരു സൈക്കോ ആണെന്ന്. എന്തോന്നാണ് ഇത് പറഞ്ഞ? ഇനി ഒരിക്കൽ അങ്ങനെ പറയുകയാണെങ്കിൽ അടിച്ചു കേറ്റോടി നീ. എന്നെ കേറ്റുവോ? ഞാൻ ആരാണെന്നറിയാവോ? ഇത്രേ ഉള്ളു നീ. പിന്നെ ഞാൻ കേറ്റിയാലേ നീ സഹിക്കില്ല. അവിടെ പിന്നെ ഇനി ഒരിക്കൽ ഇത് വന്ന് നക്കുകയാണെങ്കിൽ അരിയും ഞാൻ. ഇതിനെയല്ല, നിന്നെ. എന്റെ മോൻ തിരിച്ചു വന്നല്ലോ. ഞാൻ പണക്കാരനായി മാറിയല്ലോ. ശനിയാഴ്ച എനിക്ക് ചീട്ട് കളിക്കാം, ഞായറാഴ്ച എനിക്ക് അവിടെ വെച്ചിട്ട് ഫോൺ എടുക്കാം. എല്ലാ ദിവസവും ഉണ്ടല്ലോ. എത്ര നേരം ഈ ഫോൺ കിടന്ന് ബെല്ലടിക്കുന്നു? നിങ്ങൾക്കൊന്നും എടുത്താൽ എന്താ? അതെങ്ങനെ 24 മണിക്കൂർ മോന്തലല്ലേ? ഒരു ഫോൺ എത്ര നേരം കിടന്ന് അടിക്കുക? ഇങ്ങനൊരു മനുഷ്യൻ. ഹലോ ആന്റി, ഞാൻ ചിന്നു സംസാരിക്കുന്നേ. മുന്നേ അവിടെ ഉണ്ടോ? അതല്ല ആന്റി, മുന്നേ അവിടെ ഉണ്ടോ ഇല്ലേന്നൊന്നും അറിയാം. ഹലോ മാം, ഗുഡ് മോർണിംഗ്. ഐ ആം കോളിംഗ് ഫ്രം ICICI. പറയൂ. നിങ്ങളുടെ പേരിൽ ഒരു 5 lakhs ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ. 5 ലക്ഷത്തിന്റെയോ? യെസ് മാഡം. നിങ്ങളുടെ പേരിൽ ചെക്ക് റെഡിയായി വെച്ചിരിക്കുക. ബാങ്കിൽ വന്ന എല്ലാ വിവരവും അറിയാം. ഒന്ന് ഈ നമ്പർ നോട്ട് ചെയ്തോളൂ. ഒരു മിനിറ്റ് മാഡം. പറയൂ മാഡം. 999575257299. അല്ല, ഈ നമ്പർ എന്തിനാ? മിസ്റ്റർ മുന്നേ എന്നൊരാളാ ഈ പണം നിങ്ങളുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒന്ന് ഫോൺ ചെയ്ത് പറയുകയാണെങ്കിൽ എന്താടി, ഞാനെന്താ ഊളം പറയുന്ന വന്നാണോ നീ വിചാരിച്ചത്? ഞാൻ അവിടെ അമ്മയുടെ ഒരു ബാങ്ക്, ICICI ബാങ്ക് പോലും അവളുടെ അമ്മ. അടുത്ത വീട്ടിലുണ്ടായിരുന്ന ഭീകര ജീവി തന്നെ ഫോൺ നമ്പർ തന്ന് കളിപ്പിക്കും അവളെന്നെ. കള്ള പലിശ കൊച്ചിലെ തൊട്ട് തുടങ്ങി അവളുടെ. മുന്നേ ഇപ്പൊ എവിടെയുണ്ടെന്ന് അറിയാവോ? ട്രിവാൻഡ്രത്തുണ്ടെന്നറിയാം, പക്ഷെ അവന്റെ നമ്പറൊന്നും എന്റെ കയ്യിലില്ല. ചിന്നുവിന്റെ നമ്പർ കിട്ടി. ഇതാ അത്. ഇത് എത്രയും വേഗം അവനെ അറിയിക്കണം. ചിന്നുവിന്റെ നമ്പർ കിട്ടിയോ? ഒന്നും പേടിക്കണ്ട, ഞാൻ നേരെ ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് പോയി ഈ നമ്പർ അവന്റെ. അല്ല, എനിക്കൊരു സംശയം ഉണ്ടേ. നമ്മളെല്ലാവരും അവനെ മുന്നാന്ന് വിളിക്കണല്ലോ, പക്ഷെ അവന്റെ യഥാർത്ഥ പേരെന്താ? മോഹൻലാലാ? കറക്റ്റ് പേര് തന്നെ. ഫൈറ്റിലും ഡാൻസിലും മോഹൻലാലിനെ പോലെ തന്നെയുണ്ട്. അണ്ണൻ എങ്ങനെ തോന്നി ഈ മോഹൻലാൽ എന്ന് അവന് പേരിടാൻ? മോഹൻലാലിന്റെ പടം കണ്ട് വന്ന് അന്ന് രാത്രിയാണ് അവൻ ജനിച്ചത്. അതുകൊണ്ട് മോഹൻലാൽ എന്ന് അവന് പേര് വെച്ചു. മനസ്സിലായോ? ഹലോ, ചിന്നുണ്ടോ? ആര്? ചിന്നോ? ഇപ്പൊ വിളിക്കാമേ. ചിന്നു ഇവിടെ ഉണ്ടോ നോക്ക്. നിന്റെ ചേട്ടനാ, ചേട്ടൻ. അവളെ ഉറങ്ങുക. ഉറങ്ങുക. നിങ്ങളെല്ലാരും ചേർന്ന് എന്നോട് നാടകം കളിക്കുകയാണെന്ന് എനിക്കറിയാം. ഉടനെ അവളോട് എന്നെ വിളിക്കാൻ പറയണം. ശരി. എന്താടാ, എവിടെയാ നീ? എപ്പോഴാ കൊട്ടേഷൻ? ഇന്ന് രാത്രി. ഇന്ന് രാത്രിയോ? അതെ, ഇന്ന് രാത്രി ചെയ്യാൻ. എന്തോന്ന് ഇന്ന് രാത്രി കൊല്ലുന്നോ? അവനോട് ശരിക്കൊന്ന് ചോദിക്കടാ. ശിവാനന്ദനാ, അവൻ സാധാരണ ആളല്ല. ശരിക്കും പറഞ്ഞ ആ മുന്നേ വന്നിട്ട് 3 ദിവസം കൂടി ആയില്ലടാ. നീ ശിവാനന്ദനെ തന്നെയാണ് അവന് കാണിച്ചു കൊടുത്തത്. കറക്റ്റായിട്ട് തന്നെ കാണിച്ചു കൊടുത്തത്. എന്തോന്ന് കറക്റ്റടാ? ഡേയ്,
അവൻ ആരെയാ കൊല്ലാൻ പോകുന്നത് അവന് തന്നെ അറിയില്ല. നീ ഒന്ന് ശരിക്കും ചോദിക്കേ. ഡാ, നീ ആരെയാ കൊല്ലാൻ പോന്നേ? വേറെ ആരെയാ? ശിവനെ തന്നെയാ. എവിടെ വെച്ചാ? പേട്ടയിൽ വെച്ച്. പക്ഷെ ശിവാനന്ദൻ ഇവിടെ വരുവോ? അവൻ തീർച്ചയായും വരും. അവിടെ ഒരു സെക്കൻഡ് സെറ്റപ്പ് ഉണ്ട്. സെക്കൻഡ് സെറ്റപ്പ്? ഇവനാള് കൊള്ളാമല്ലോടാ. നമ്മൾ പോലും അറിഞ്ഞിട്ടില്ല. അവന്റെ അടുത്ത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, പേടിക്കേണ്ട കാര്യമില്ല. അവന്റെ അടുത്ത് ഒന്ന് പറഞ്ഞേക്ക്, മിസ്സാവരുത്. ശിവാനന്ദനെ നിനക്ക് വേണമെങ്കിൽ വെടിവെച്ചിടാൻ പറ്റിയേക്കും. പക്ഷെ ഈ പീറക്കത്തി കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ ഏരിയയിൽ വന്ന് എന്നെക്കുറിച്ച് അന്വേഷിച്ചാൽ ഞാൻ അറിയില്ലെന്ന് കരുതിയോ? എന്റെ സെറ്റപ്പിന്റെ വീട്ടിൽ വെച്ച് തന്നെ എനിക്ക് ടോട്ടൽ സെറ്റിൽമെന്റ് തരാനായിട്ട് വന്നതാണല്ലേ മരമണ്ടൻ. ഇന്ന് സെറ്റിൽമെന്റ് എനിക്കല്ലടാ, ഫുൾ സെറ്റിൽമെന്റ് നിനക്കാണ്. നാളത്തെ പുലരി നീ കാണില്ല. സംശയമുണ്ടോ? എന്താടാ, എന്തായി? ശിവാനന്ദൻ എന്റെ കൈ കിട്ടി. പക്ഷെ കൂടെ കുറെ ആൾക്കാരുണ്ട്. എല്ലാം കഴിയാൻ ഒരു അരമണിക്കൂർ എടുക്കും. ഇയാളെ തട്ടിയതും ഞാൻ തന്നെ അങ്ങോട്ട് ഫോൺ ചെയ്യാം. നിനക്കെന്താടാ വട്ടാണോ? ചുറ്റും എന്റെ ആൾക്കാരുണ്ട്. ഉണ്ടെങ്കിൽ കൂടെ ശിവാനന്ദനുമുണ്ട്. അതുകൊണ്ട് നിനക്ക് പേടി തോന്നുന്നില്ലേ? എന്ന് വെച്ചാ ഡാടാ, നിന്റെ തലച്ചോറിനകത്ത് ഏതോ ലൈൻ കട്ടായെന്നാ തോന്നുന്നേ. കട്ടായത് എന്റെ ലൈനല്ല, തന്റെ ലൈനാ കട്ടാകാൻ പോകുന്നത്. ഞാൻ വന്നത് തന്നെ തന്റെ ഫ്യൂസ് വരാൻ വേണ്ടിയാ. എന്താ മനസ്സിലായോ? ഡാ, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. പക്ഷെ തലയ്ക്ക് സുഖമില്ലാത്ത ആരെയും ഞാൻ ഇതുവരെ കൊന്നിട്ടില്ല. I hope you are not mentally retarded. You are right. തൂക്കടാ അവനെ. നോ, വെടിവെക്കണ്ട. ഇങ്ങനത്തെ ഒരു നല്ല അടി കണ്ടിട്ട് കുറെ കാലമായി. കഴിയുമെങ്കിൽ പോയി അടിക്ക്. ഒരു ചായ പറ. എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു.
ഏയ്. 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 ഡാ, എഴുന്നേക്കടാ സലവൂട്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഡാ, ഐ ലവ് യു ഡാ. ഹേയ് സല, ഐ ലവ് യു.